ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഗൈസ്. ഞാൻ മേടിച്ച ഒരു ബസ് എടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ നേരെ ബസ് എടുക്കാൻ പോവാണ് ഗൈസ്. പുതിയൊരു ബസ്സാണ് എടുക്കാൻ പോണ വെച്ചാൽ ഗൈസ്. ഒരു അടിപൊളി ഒരു പുതിയ ന്യൂ ബസ്സാണ് ഞാൻ എടുക്കാൻ പോണ വെച്ചാൽ ഗൈസ്. ഞാൻ നേരെ അകത്തോട്ട് നടക്കുവാണ് ഗൈസ്. കേട്ടോ ഗൈസ്, നമുക്ക് നേരെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഗൈസ്. നല്ലൊരു ഡ്രസ്സ് തന്നെ ഇടണം ഗൈസ്. അങ്ങനെ ഞാൻ നല്ലൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് മച്ചാന്മാരെ. എന്നിട്ട് ഞാൻ നേരെ നടക്കുവാണ് ഗൈസ്. ഞാൻ വെള്ള ഒരു ഫ്യൂഡിയും പിന്നെ ജീൻസും ഇട്ടിട്ടുണ്ട് ഗൈസ്. വണ്ടി എടുക്കാൻ വേണ്ടി പോകണ്ടേന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു സ്കാർപ്പിയാർഡിലാണ്. സ്കാർപ്പിയാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നു ഒരു വണ്ടി. അന്നേരം അവരുടെ ഓഫീസുണ്ട് ഗൈസ് ഇവിടെ അടുത്ത്. അവിടെ അവർ പാർക്ക് ചെയ്തേക്കാന്നാണ് പറഞ്ഞത്. മറ്റേ അടുത്തൊക്കെ ഫുള്ള് കച്ചറയല്ലേ, അതുകൊണ്ട് അവരിവിടെ പാർക്ക് ചെയ്തിടാന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ ഗൈസ് ടാക്സി വിളിക്കട്ടെ. ഹലോ ടാക്സി ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നു. മകനെ, ഞാൻ ഇപ്പതാ അങ്ങോട്ട് വരാം, 1 മിനിറ്റിനകം വരും കേട്ടോ. ക്യാബുകാരൻ ചേട്ടൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, 1 മിനിറ്റിനകം. ഗൈസ് ക്യാബുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ക്യാബിൽ കയറാം ഗൈസ്. ഞാൻ അങ്ങനെ നമ്മുടെ ക്യാബിൽ കയറുന്നുണ്ട് കിടുക്കാച്ചിയായിട്ട്. ഞാൻ ക്യാബിൽ കയറിയിട്ട് നേരെ പോവാണ്. ചേട്ടാ, എനിക്ക് പോകണ്ടേന്ന് വെച്ചാൽ സ്ക്രാപ്പ് യാർഡിൻ്റെ ഓഫീസില്ലേ, അവിടെ പോകണ്ട. ഈ മകനെ, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നമ്മൾ ടാക്സി ചേട്ടൻ നേരെ വിടുന്നുണ്ട് ഗെയ്സ് വണ്ടി ഗെയ്സ്. നമ്മുടെ ടാക്സി ചേട്ടൻ നേരെ വണ്ടി വിടുവാണ് ഗെയ്സ്. നമ്മുടെ ടാക്സി ചേട്ടന് ഭയങ്കര സ്പീഡാണ് ഗെയ്സ് വണ്ടി ഓട്ടിക്കരി. ടാക്സി ചേട്ടൻ ഇന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കണം ഗെയ്സ് ടാക്സി ചേട്ടന്. നമ്മുടെ ടാക്സി ചേട്ടനാണെങ്കിൽ പവറിഷായിട്ട് വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി. ടാക്സി ചേട്ടൻ എന്താ പവറിഷായിട്ട് വിട്ടിട്ട് ഇവിടെ ഇറക്കുന്നുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം കേട്ടോ ഗെയ്സ്. ഞാൻ അങ്ങനെ ഇവിടെ ഇറങ്ങുവാണ് ഗെയ്സ്. നമുക്ക് ഇവിടുത്തെ ഈ വാതിലിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ വാതിലിൽ കൂടെയാണ് ഇറങ്ങേണ്ടത്. നമുക്ക് നേരെ ഈ വാതിലിൽ കൂടെ പോയി അപ്പുറത്തെ വാതിലിൽ കൂടെ ഇറങ്ങേണ്ട പരിപാടി നോക്കാം ഗെയ്സ്. ഞാൻ നേരെ ഇറങ്ങുവാണ് ഗെയ്സ്. ഇതാണ് നമ്മുടെ ബസ് ഗൈസ്. കണ്ട ഗൈസ്, ഇത് ബ്ലാക്ക് കളറൊന്നും അല്ല, തുരുമ്പ് പിടിച്ചിരിക്കുന്നതാണ്. ബ്ലാക്ക് കളറിൽ തുരുമ്പ് പിടിച്ചിരിക്കുന്നതാണ് ഗൈസ്. കണ്ട ഗൈസ്, അന്നേരം അവരെന്തോ കരിയോയിലൊക്കെ തേച്ചേക്കുവാണ് ഗൈസ്. അത് കരിയോയിലൊക്കെ തേച്ചേക്കുവാണ്, കൂടുതൽ നശിക്കാതിരിക്കാൻ വേണ്ടി കരിയോയിൽ പുരട്ടിയേക്കുവാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി പൈസ കൊടുക്കാം ഗൈസ് ചേട്ടന്. ഗൈസ്, നമ്മൾ നേരെ അകത്ത് പോയി ചേട്ടന് പൈസ കൊടുത്തിട്ട് വരട്ടെ ഗൈസ്. ഞാൻ അങ്ങനെ ചേട്ടന് പൈസയൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടി സെറ്റപ്പായിട്ട് റെഡിയാക്കിയെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഗൈസ്. ഇന്ന് ഗൈസ് നമ്മൾ കുറച്ചൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഇടുന്നത് ഗൈസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് അധികം സമയം കിട്ടിയില്ല ഗൈസ്. അങ്ങോട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ, അവരൊക്കെ ഭയങ്കര ഇരപ്പാണ് ഗൈസ്. അതാണ് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുള്ളൂ ഗൈസ്. ഞായറാഴ്ച എങ്ങനെയെങ്കിലും ഞാൻ ഇട്ടയാണ്. പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കല്ലേ വീഡിയോ ഇടത്തുള്ളായിരുന്നു ഗൈസ്. ഇനി ഞാൻ എന്തായാലും ഡെയിലി ഇടും കേട്ടോ ഗൈസ്. ഡെയിലി ഇടുന്നതായിരിക്കും ഗൈസ്. ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ അവർക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. കഴിഞ്ഞ 2-3 വീക്ക് മുമ്പായിരുന്നു അവർക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. ഞായറാഴ്ചത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ റെക്കോർഡ് ചെയ്തത് ശനിയാഴ്ചയായിരുന്നു കേട്ടോ ഗൈസ്. ശനിയാഴ്ച റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഞായറാഴ്ച ഇടുന്നത് കേട്ടോ ഗൈസ്. ഞാൻ നേരെ നമ്മുടെ ബെന്നിയുടെ മെക്കാനിക്കിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒരു മെക്കാനിക്കാണ് ബെന്നി മെക്കാനിക്ക് ഗൈസ്. അടിപൊളി ഒരു മെക്കാനിക്ക് കേട്ടയാണ് ബെന്നി ഗൈസ്. നമുക്ക് ഈ വണ്ടി അകത്ത് കയറ്റാൻ പറ്റുമോ ഗൈസ്? ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും കയറ്റാം. പുറകോട്ട് എടുത്തിട്ട് പവർ എടുത്തു. 3, 2, 1 ഗോ ഗൈസ്. 3, 2, 1. അയ്യോ അമ്മച്ചിയെ, വണ്ടി ഇടിച്ച് ഗൈസ്. ഒരു വട്ടവും കൂടെ ശ്രമിക്കാം. 3, 2, 1 പറഞ്ഞ് ഒരു വട്ടവും കൂടെ ശ്രമിച്ചിട്ട് നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. 3, 2, 1 ഗോ ഗൈസ്. ഞാൻ 3, 2, 1 ഗോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കയറൂ ഗൈസ്. ഇല്ല ഗൈസ്, നമുക്കിവിടെ ഇട്ടിട്ട് പോവാം ഗൈസ്. നമുക്ക് ബെന്നി മച്ചാനെ അങ്ങ് ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ഫോൺ എടുത്ത് ബെന്നി മച്ചാനെ അങ്ങ് വിളിച്ചേക്കാം ഗൈസ്. നമുക്ക് നേരെ ബെന്നി മച്ചാനെ അങ്ങ് വിളിക്കാം ഗൈസ്. ഞാൻ നേരെ ഫോൺ എടുക്കുവാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് ബെന്നിയെ വിളിക്കാം ഗൈസ്. ഞാൻ ബെന്നിയെ വിളിച്ചിട്ടുണ്ട്. ബെന്നിയെ വിളിച്ചാൽ കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ വെറുതെ ബോറടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ബെന്നിയെ വിളിക്കുന്നതൊന്നും കാണിക്കാഞ്ഞത് ഗൈസ്. എന്തായാലും ഞാൻ നേരെ നമുക്ക് ഏതെങ്കിലും വണ്ടി അടിച്ചു മാറ്റണം ഗൈസ്. കാർ ചേട്ടാ നിൽക്ക് ഗൈസ്. ആ ചേട്ടാ നിന്നില്ല ഗൈസ്. ഇനി നമുക്ക് ഇപ്പുറത്തൊന്ന് അടിച്ചു മാറ്റാം. ചേട്ടാ നിൽക്ക് ഗൈസ്. നമുക്ക് എന്തായാലും അടിച്ചു മാറ്റിയിട്ട് കാണാം ഗൈസ്. ഞാൻ അങ്ങനെ ഒരു ബൈക്ക് അങ്ങ്
അല്ല വിളിച്ച് വരുത്തിയിട്ടുണ്ട് ഗെയ്സ് ഒരു ബൈക്ക്. ഗെയ്സ് അടിപൊളി സെറ്റ് ബൈക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമ്മൾ ഇവിടെ അടുത്ത് നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗെയ്സ്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെ വീട് വരെ പോകാൻ വയ്യ. അതുകൊണ്ട് ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് നമ്മളൊരു വീട് മേടിച്ചതാണ്, ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തതാണ് ഗെയ്സ്. ഒരു ദിവസത്തേക്ക് റെൻറ്റിന് വാടകയ്ക്ക് എടുത്തതാണ് ഗെയ്സ്. എന്തായാലും നമുക്ക് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഗെയ്സ്. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫ്ലാറ്റിനകത്തോട്ട് പോകാം ഗൈസ്. നമ്മൾ വാടകയ്ക്ക് എടുത്ത ഫ്ലാറ്റിനകത്തോട്ട് പോകുന്നുണ്ട് ഗെയ്സ്. 4000 രൂപയ്ക്കാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തത് ഗെയ്സ്. എന്തായാലും നേരെ പോയി റൂമിനകത്ത് കയറി ഉറങ്ങിയിട്ട് കാണാം ഗൈസ്. ഞാൻ റൂമിൽ പോയി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എണീറ്റിട്ടുണ്ട് ഗെയ്സ്. ഇപ്പം ബെന്നിയെല്ലാം ശരിയാക്കി വെച്ച് കാണാം ഗെയ്സ്. എന്തായാലും നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് പോകാം ഗെയ്സ്. നമ്മൾ ഇന്നലെ മോഷ്ടിച്ച ബൈക്ക് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യം ഗൈസ്, മോഷ്ടിച്ച ബൈക്ക് ഇവിടെ തന്നെ വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വന്നേനെ ഈ ബൈക്ക് എടുക്കാൻ ഗൈസ്. എന്തായാലും നമ്മൾ നേരെ ബൈക്കിൽ കയറുവാണ് ഗൈസ്. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ബെന്നി അണ്ണൻ്റെ ഗ്യാരേജിലോട്ട് പോവാണ് കേട്ടോ ഗൈസ്. ബെന്നി അണ്ണൻ്റെ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ബെന്നി അണ്ണൻ്റെ ഗ്യാരേജ് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് പോവാം ഗൈസ്. ഞാൻ നേരെ ആണെങ്കിൽ നമ്മുടെ ബെന്നി മച്ചാൻ്റെ ഗ്യാരേജിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെയാണ് ബെന്നിയുടെ ഗ്യാരേജ് ഏകദേശം എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തു ഗൈസ്, നമ്മുടെ ബൈക്ക് എന്തോ പിന്നെ നമ്മുടെ ബസ് എന്തോ ബ്ലാക്ക് തന്നെ ആയിരിക്കുന്നു ഗൈസ്. നമുക്ക് ബെന്നിയോട് തന്നെ ചോദിക്കാം ഗൈസ്. എന്തായാലും ബൈക്ക് നിർത്തി ഇറങ്ങാം ഗൈസ്. ബെന്നി അകത്തുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. എന്തായാലും നമുക്ക് ബെന്നി ഗൈസ്, നമുക്ക് അകത്ത് പോയി ബെന്നിയെ ചോദിച്ചിട്ട് വരാം ഗൈസ്. ബെന്നിയെ നോക്കിയിട്ട് വരാം ഗൈസ്. അകത്തെ കാണാം ബെന്നിയാണ് ഗൈസ്. നമുക്ക് അകത്തൊക്കെ നോക്കാൻ പോയി ബെന്നിയെ ഗൈസ്. ബെന്നിയുടെ വൈഫ് പറഞ്ഞതെന്ന് വെച്ചാൽ ബെന്നി പെയിൻറ്റ് മേടിക്കാൻ പോയേക്കുവാണെന്നാണ്. ബെന്നിയെ എന്ന വൈഫ് ഫോൺ ചെയ്ത് ചോദിച്ചു. അന്ന് ബെന്നി പറഞ്ഞ് 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്താൽ പെയിൻ്റ് അടിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത് ബെന്നി. എന്തായാലും നമുക്ക് 5 മണിക്കൂർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും നമുക്കിവിടെ തന്നെ നിന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ബെന്നി നമുക്ക് യെല്ലോ കളർ അടിച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ബെന്നിക്ക് പിന്നെ പൈസ കൊടുത്താൽ മതി. നമ്മുടെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ബഡീസാണ് ഗൈസ്. ഞങ്ങൾ നേഴ്സറി സ്കൂൾ തൊട്ടേ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ് ഗൈസ്. എന്തായാലും നമ്മുടെ ബെന്നി മച്ചാൻ ഇത് ശരിയാക്കി തന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ എവിടോട്ട് പോകണം ഗൈസ്? നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോയേക്കാം. നമ്മുടെ വീട് പിന്നെ എയർപോർട്ടിൻ്റെ അടുത്താണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ വീട് മറന്നു പോകത്തില്ല ഗൈസ്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോയേക്കാം ഗൈസ്. നമുക്ക് നേരെ പോകാം ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. എന്തായാലും എനിക്ക് ബസ് ഓട്ടിച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ല. എന്നാലും ഞാൻ ബസ് എടുത്തതാണ് ഗൈസ്. ഞാനല്ല ഓട്ടിക്കാറ്, വേറെ ഡ്രൈവറെ വെച്ച് ഓട്ടിപ്പിക്കാനാണ് പ്ലാൻ ഗൈസ്. എന്തായാലും ഞാൻ നമ്മുടെ വണ്ടി ബസ് ഇവിടെ ഇടുന്നുണ്ട് ഗൈസ്. ഗൈസ്, എനിക്ക് വല്ലാത്ത തലവേദന ഗൈസ്. എന്തായാലും പോയി ഉറങ്ങാനുള്ള പരിപാടി വെക്കാം ഗൈസ്. ഭയങ്കര തലവേദന ഗൈസ്. നമുക്ക് നേരെ കിടന്ന് ഉറങ്ങാം ഗൈസ്. ഞാൻ നേരെ നമ്മുടെ വീട്ടിന് അകത്തോട്ട് പോകുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടി ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ബെഡിൽ പോയി ഉറങ്ങാം ഗൈസ്. നമ്മുടെ ബെഡ് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ബെഡിൽ പോയി ഉറങ്ങാൻ പോവാണ് ഗൈസ്. നമുക്ക് നേരെ ഉറങ്ങാം ഗൈസ്. ഞാൻ ഫ്രാങ്കിന്റെ ചേട്ടന്റെ പ്രാതം. എന്റെ പേര് ജേക്കബ് രമേശൻ. ഞാൻ എന്നെ തക്കുന്നു. ഞാൻ പ്രാതമായതാണ്. എന്നെ അവൻ ചതിച്ചു കൊന്നതാണ്. അതുകൊണ്ട് അവനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ്. അവൻ എന്നെ ചതിച്ചു കൊന്ന. ഇവിടുത്തെ നാട്ടുകാരാണ് എന്നെ ചതിച്ചു കൊന്നത്. നാട്ടുകാരെ മാറി നിൽക്ക്. എന്നെ നിങ്ങൾ ചതിച്ചു കൊന്നില്ലേ? എന്തിനാ എന്നെ കൊന്നത്? ഞാൻ ഫ്രാങ്കിലിന്റെ ഇരട്ട സഹോദരൻ ജേക്കബ് രമേശൻ. എല്ലാവരെയും ഞാൻ ഇടിച്ചിടിച്ച് കൊല്ലും. എന്നെ കൊന്നവരെ ഞാനും കൊല്ലും. കാറുകാരെ വഴിയിൽ നിന്നും മാറി. നിങ്ങളെ ഞാൻ ഇടിച്ചിടുവേ. വഴിയില്ല, മാറി നിൽക്കടാ വഴിയില്ല. ഞാനാടാ ബസ് ഡ്രൈവർ ഫ്രാങ്കിലിന്റെ ചേട്ടൻ ജേക്കബ് രമേശൻ. എല്ലാവരെയും ഞാൻ ഇടിച്ചിടും.
ഈ ആ ആ ആ ആ ആ എനിക്ക് മോശം കിട്ടണം ഈ ആ ആ ആ ആ ആ ആ ആ ഈ ആ ആ ആ ആ ആ നിങ്ങളെയൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കും. ഏയ് മര്യാദയ്ക്ക് മാറു വഴിയിൽ നിന്ന് മാറുക വണ്ടി. ഒരു വെളുത്ത വണ്ടിയും കൊണ്ട് വന്നേക്കുന്നു രാത്രി തന്നെ. എന്തായാലും നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പാർക്ക് ചെയ്തേക്കാം. അല്ലെങ്കിൽ എന്റെ അനിയന് സംശയം തോന്നും. ഈ ആ ആ ആ ആ ആ ആ ഈ ആ ആ ആ ആ ആ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ CCTV ഫുള്ള് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ ആ ആ ഇവിടോട്ട് വണ്ടി വന്നിട്ടേക്കാം. നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ നേരെ രാവിലെ എണീറ്റ് ഇങ്ങോട്ട് വരുവാണ് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ബസ് പോയി നോക്കുക ഗൈസ്. ബസ് എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒരു വശപശ കൊണ്ടല്ലോ ഈ ബസ്സിന്. എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ന്യൂസ് കാണാം ഗൈസ്. കുറച്ച് ദിവസമായി ന്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്തായാലും പോയൊന്ന് ന്യൂസ് വെച്ച് നോക്കാം. എന്തായാലും നേരെ നമ്മുടെ TV-യുടെ അടുത്തോട്ട് പോയിട്ട് ആ ന്യൂസ് അങ്ങ് പ്ലേ ചെയ്യാം. ഓ ഷിൻചാനാണെങ്കിൽ മോട്ടു പട്ടിൽ വെച്ച് വെറുതെ വെറുപ്പിക്കും മനുഷ്യനെ. എന്തായാലും നേരെ നമ്മൾ ന്യൂസ് വെച്ച് ഹലോ എല്ലാവർക്കും IB ന്യൂസിലേക്ക് സ്വാഗതം. IB 3D പുതിയൊരു സൈക്കോ ഇറങ്ങി. ഇന്നലെ 2 പെണ്ണുങ്ങളെയും പിന്നെ 3 കാറുകാരെയും ഇടിച്ചു വകവരുത്തി. അതാരാണെന്ന് അറിയത്തില്ല. അവരെ CCTVയും ഇല്ലായിരുന്നു. CCTV ആരോ ഹാക്ക് ചെയ്ത്. അതാരാണെന്നറിയത്തില്ല സൈക്കോ കില്ലർ. പിന്നെ വീട്ടിനടുത്തുള്ള ഉണർന്നവരൊന്നും കണ്ടിട്ടില്ല ആരാതെന്ന്. എന്തുവാണെന്നറിയത്തില്ല. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. സൈക്കോ കില്ലറിൽ നിന്നും കുത്തേക്കാൻ നിങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാത്രിയൊന്നും പുറത്തിറങ്ങരുത്. വീട്ടിൽ തന്നെ നിൽക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കും. ന്യൂസ് ലൈക്ക് കേരള. അയ്യോ ഗൈസ്, എനിക്ക് പേടിയാണ് ഗൈസ്. ഒരു കൊടൂര സൈക്കോ ഇറങ്ങിയെന്നാണ് പറഞ്ഞത് ഗൈസ്. എനിക്കറിയത്തില്ല ഗൈസ് ഏത് കൊടൂര സൈക്കോ ആണെന്ന് ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ പോയി നോക്കാം ഗൈസ്. CCTV വല്ലതും കാണുന്നുണ്ടോന്ന് ഗൈസ്. എൻ്റെ CCTVയിലും കാണാനില്ല ഗൈസ്. എൻ്റെ ബസ് ആരാ എടുത്തിട്ട് പോയെന്നു. അന്നേരം ആ സൈക്കോ തന്നെ ആയിരിക്കും ഗൈസ്. ആ സൈക്കോ ആരാണെന്നും എനിക്കറിയത്തില്ല. നമുക്ക് നേരെ പോയൊരു മന്ത്രവാദിയെ കാണാം. നമ്മൾ നേരെ മന്ത്രവാദിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഗൈസ്. നമ്മുടെ ബസ് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ എന്തോ അവസ്ഥയെന്ന്. അയ്യോ ഗായ്സ്, ഇതങ്ങനെ റെഡ് പെയിൻ്റ് ആയി ഗായ്സ്. എനിക്കറിയത്തില്ല ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇത് പ്രേതം തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ തക്കുടു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് തന്നെ കാര്യം. എനിക്ക് ഈ ബസ് എടുത്ത് പോവാനായിട്ട് പേടിയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ ബൈക്ക് എടുക്കാം ഗൈസ്. ബൈക്കല്ല, കാറിൽ തന്നെ പോകാം ഗൈസ്. ബൈക്ക് ഇന്നലെ ആ സ്ക്രാപ്പ് യാർഡിൽ വെച്ചിരുന്നതാണ് ഗൈസ്. പിന്നെ ഞാൻ മറന്നുപോയി ഗൈസ്. ബൈക്കില്ലല്ലോ ഗൈസ്. എനിക്ക് കാറ് മാത്രമല്ലേ ഉള്ളൂ ഗൈസ്. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, അറിയാൻ മറന്നുപോയാണ് ഗൈസ്. ഞാൻ നേരെ നമ്മുടെ എവിടോട്ടാണ് പോകുന്നത്? കുക്കുടു മന്ത്രവാദിയുടെ അടുത്തോട്ട് പോട്ടെ ഗൈസ്. ഞാൻ നേരെ കാറെടുത്ത് നേരെ നമ്മുടെ കുക്കുടു മന്ത്രവാദിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ഗൈസ്. കുക്കുടാനന്ദ സ്വാമിയുടെ ആശ്രമം എന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ അപ്പുറത്താണ് ഗൈസ്. എന്തായാലും നേരെ നമുക്ക് കുക്കുടാനന്ദയെ കാണാം ഗൈസ്. കുക്കുടാനന്ദ എന്ന് വെച്ചാൽ പ്രേതങ്ങളെ ഒട്ടിക്കും, പിന്നെ ഭൂതങ്ങളെ ഒട്ടിക്കും, പിന്നെ എല്ലാ മന്ത്രവാദവും അറിയാം ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ കുക്കുടാനന്ദയെ കാണാം ഗൈസ്. കുക്കുടാനന്ദ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറായിട്ടുള്ള ഫ്രാങ്ക്ലിൻ അല്ലല്ലോ ഗൈസ്. എൻ്റെ ബ്രദറായിട്ടുള്ള രമേശ് എന്ന് പറഞ്ഞ ഒരു ബ്രദറുണ്ട് ഗൈസ് എനിക്ക്. അവൻ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. രമേശ് എന്ന് പറഞ്ഞ അണ്ണൻ. അങ്ങനെ ഞാൻ നേരെ ബോംബിട്ട് ഈ ബസ് നശിപ്പിക്കുകയാണ്. കുക്കുടാനന്ദ പറഞ്ഞതെന്ന് വെച്ചാൽ ബസ് ബോംബിട്ട് നശിപ്പിക്കുക തന്നെ കാര്യമെന്നാണ്. ഈ ബസ്സിനകത്താണ് എൻ്റെ ചേട്ടൻ്റെ പ്രേതം കൂടിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എൻ്റെ ചേട്ടൻ ഒരു ബസ് ഡ്രൈവറായിരുന്നു ഗൈസ്. ഒരു ദിവസം ബസ് ഇടിച്ച് മരിച്ചതാണ് ഗൈസ്. അങ്ങനെ അവൻ പ്രതികാരദാഹിയായ ആത്മാവായി മാറി നമ്മുടെ ഈ സിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ബോംബിട്ട് നശിപ്പിക്കുക തന്നെ ഗൈസ്. നമ്മൾ നേരെ ബോംബിടുകയാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. വെറുതെ പ്രേതം വന്ന് എന്നെ ചോര ഒലിപ്പിച്ചു ഗൈസ്.
ഇനി നമുക്കിത് ഫുള്ള് ബോംബിടാം ഗൈസ്. അങ്ങനെ ഞാൻ ഇത് ഫുള്ള് ബോംബിടുവാണ് ഗൈസ്. നമുക്കിനി ഇത് ഫുള്ള് ബോംബിടണം ഗൈസ്. മൊത്തം ഇട്ടാലേ പറ്റൂ ഗൈസ്. നമ്മൾ സൈഡുകളിലും എല്ലായിടത്തും ഇടുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് കൂടുതലിട്ടേക്കാം ഗൈസ്. ഫ്രണ്ടാവണം കൂടുതൽ പൊട്ടേണ്ടത് ഗൈസ്. ഫ്രണ്ടൊക്കെ പൊട്ടിക്കണം ഗൈസ്. നമുക്ക് ഈ വണ്ടി ഫുള്ള് പൊട്ടിക്കണം ഗൈസ്. എന്നാലേ പ്രേതം ഇവിടുന്ന് ഒഴിഞ്ഞു പോകും ഈ വീട്ടിൽ നിന്ന് ഗൈസ്. നമുക്ക് നേരെ പ്രേതത്തിന് ഒഴിപ്പിക്കണ്ടേ ഗൈസ്. നമ്മുടെ ഫുള്ള് ബോംബ് ഇടുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഇവിടെ എടുത്തു ഇട്ടേക്കാം. മിററിലും ഇട്ടേക്കാം ഗൈസ്. മിററിനകത്തും ബോംബ് ഇട്ടേക്കാം. നമുക്കിനി ഈ സൈഡിലൊക്കെ ഇടാം. നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തിടാം. സ്റ്റെപ്പ് ഇവിടെ ഇടാം, ഇവിടെ ഇടാം, ഇവിടെ ഇടാം. ഈ ടയറിലും കൂടി ഇട്ടേക്കാം. ടയറിൽ കുറച്ച് ഗ്യാസ് കാണും, അതിൻ്റെ കൂടെ തീ പിടിച്ചോളും. നമുക്ക് എല്ലായിടത്തും ഇടാം. അങ്ങനെ ഞാൻ ഫുള്ളി ഇട്ടെടുക്കുന്നുണ്ട് ഗെയിംസ്. എന്തായാലും നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഗെയിംസ്. എന്തായാലും നമുക്ക് ബാക്കിൽ ഇട്ടേക്കാം ഗെയിംസ്. അവിടെ ബാക്കിൽ വിട്ടിട്ട് നമുക്ക് പൊട്ടിക്കാം ഗെയിംസ്. എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് ഞാൻ ഡബ് ചെയ്തത്. അതാണ് ചെറിയ ഉറക്കം വരുന്ന പോലെ ഉള്ളത് ഗെയിംസ്. രാത്രി 12 മണിക്കാണ് എണീറ്റ് ഡബ് ചെയ്തത് ഗെയിംസ്. കേട്ടാ ഗെയിംസ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഗെയിംസ്. നമുക്ക് നേരെ ഇത് RPG ഇട്ട് പൊട്ടിക്കോ.